എടാ ഒരെണ്ണം കത്തിക്കടാ. വീടിണ്ടടാ, തീപ്പെട്ടില്ല. ഏവന്നടാ വീടിന്റെ തീപ്പെട്ടിന്റെ ആള്. എന്താണ് ഇയാള് വീടിന്റെ തീപ്പെട്ടിന്റെ ഒക്കെ കാര്യം പറയണ്ടല്ലോ, എന്താണ് സംഭവം? അതെ, ബീഡി കത്തിക്കാനേ തീപ്പെട്ടിയില്ല. അപ്പൊ ഇവൻ പറഞ്ഞ നിന്റെ ഉണ്ടെന്ന്. തീപ്പെട്ടിന്റെ കഥ നിങ്ങൾക്കറിയാവോ? തീപ്പെട്ടി ഇപ്പൊ ആരും ഈ പച്ചപ്പാതിരൊക്കെ കയ്യിൽ വെക്കാറില്ല, മനസ്സിലായ? എന്താ പാതിരാക്ക് തീപ്പെട്ടി കൊണ്ട് നടന്നാല് തീപ്പെട്ടി എന്താണ് പിടിച്ച് കടിക്കോ? തീപ്പെട്ടി കടിക്കോന്നാ? തീപ്പെട്ടിന്റെ ഒരു കഥ ഉണ്ട്. ആ കഥ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കും. അറിയോ നിങ്ങൾക്ക് എന്താണ് കഥ? അതെന്ത് കഥയണ്ടാ? അന്നാ നിന്റെ കുംഭാസുകാരൊന്ന് കേക്കട്ടടാ. കഥ കേൾക്കണ? എൻ്റെ 2 സുഹൃത്തുക്കളെ ഒരു ദിവസം അവര് അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞിട്ട് വന്നിരുന്നു. ഉത്സവം കൊള്ളാലോടാ. നാടകം കച്ചറ നാടകം കൊള്ളൂല. തണുത്തിട്ട് വയ്യ, വീടില്ല. തീപ്പെട്ടിയുണ്ട്. ബീഡി നമുക്ക് അവിടെ ആരെങ്കിലും ചോദിക്കാം. ദേടാ അവിടെ ഒരാൾ നിക്കണ്ട്, അടിച്ച് പൂസാന്ന് തോന്നണ്. അയാളോട് ചോദിക്കാം. ചേട്ടാ ഒരു വീഡിയോ കേട്ടോ. പേടിയില്ല, വേണമെങ്കിൽ ചുരുട്ട് തരട്ടെ. എന്തു ചുരുട്ട്? ചുരുട്ട്, കാപ്പിരി ചുരുട്ട്. എന്താണ്ടോ ഇവന്റെ ഒരു കഥ കേട്ടപ്പോ തന്നെ താൻ പേടിച്ച? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കഥ പറയട്ടെ. എടാ നീ പറടാ നിന്റെ കഥ, ഇവന്മാരെ വിശ്വസിക്കണ്ട. പറ കഥ പറ നീ. ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായടാ. കൊള്ളൂലല്ലേ പടം? പാതിരായി ആന്ന് മൊത്തം ഇരുട്ടുമായി. വാ വെട്ടെന്ന് പോവാ. തീയുണ്ടോ? തീയ അതാണ്. ആടെ തീപ്പെട്ടിയായിരിക്കും, ബീഡി വലിക്കാനായിരിക്കും. ഇന്ന നീ കൊടുക്ക്. കത്തിച്ചില്ലല്ലോ, മതിയാ തീപ്പെട്ടി. എന്താണ്ടാ എന്നെ കുറ്റം പറഞ്ഞിട്ട് നീ പേടിച്ചോ? കഥ കേട്ടപ്പോ പേടിച്ച്. ഈ കാലഘട്ടത്തിൽ പ്രേതൊന്നും ഇല്ലടാപ്പാ. അവന്മാർക്ക് ഭ്രാന്താണ്. പ്രേതം കൂതൊന്നും ഇല്ലല്ലേ? എന്നാ വാളപ്പ പോവാ നമുക്ക്. എടാ പഹയന്മാരെ, കഥ കേട്ട പോലെ തന്നെ ഏത് കാലഘട്ടമായാലും, പഴയ കാലഘട്ടമായാലും പുതിയ കാലഘട്ടമായാലും, അവരുടെയൊക്കെ സാന്നിധ്യം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അത് കാപ്പിരിയായാലും കഴുതക്കാലായാലും ഒരുപാട് പേര് പേടിക്കുന്നുണ്ട്. എന്നടാ ഇപ്പോഴും ഇവരൊക്കെ സാന്നിധ്യം ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ?